Welcome to another section of continuity and differentiability second order derivative. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാമെന്നുള്ള കാര്യം പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞു. പ്ലസ് വണ്ണിൽ നമുക്ക് ഒരു സം ഫംഗ്ഷൻ, ഡിഫറൻസ് ഫംഗ്ഷൻ, പ്രോഡക്റ്റ് ഫംഗ്ഷൻ, കോഷ്യൻ ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് പഠിച്ചു. അപ്പോൾ ഈ വർഷം നമ്മൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ, അതായത് ചെയിൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം അത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല ഡെറൈവ് ചെയ്തു, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം, അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഡെറിവേറ്റീവ് കാണുന്ന മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. കൂടാതെ നമ്മളിപ്പം പാരാമെട്രിക് ഫംഗ്ഷൻ, അതായത് എക്സ് ആൻഡ് വൈ ആർ ഗിവൺ ഇൻ ടേംസ് ഓഫ് സം അതർ പാരാമീറ്റർ ടി ഓർ തീറ്റ, വി ക്യാൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. പാരാമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന മെത്തേഡും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന മെത്തേഡ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. നൗ ദ ന്യൂ ടോപ്പിക് ഈസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അതായത് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്നും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്ന് പറയാം. ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ, ദെൻ dy by dx is equal to f dash x. Let y equal to f of x be a function, then dy by dx is equal to f dash x. This f dash x is also a function of x. If f dash x is differentiable, then we can differentiate it again with respect to x. അതായത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഒരു എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതിനെ വീണ്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇറ്റ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദെൻ the derivative of f dash x, that is derivative of dy by dx, is called second order derivative of y with respect to x. അതായത് dy by dxൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി സ്ക്വയർ ബൈ dx സ്ക്വയർ, ദറ്റ് ഈസ് dy by dx ഓഫ് dy by dx, ദറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി സ്ക്വയർ ബൈ dx സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. This second order derivative, that is d square by dx square, is also denoted by f double dash x like this, or y double dash, or y2, or d square f by dx square. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവിനെ നമുക്ക് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്നോ അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ് എന്നോ y2 എന്നോ അല്ലെങ്കിൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ നമുക്ക് തേർഡ് ഓർഡർ ഡെറിവേറ്റീവും ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവും ഒക്കെ കാണാൻ പറ്റും. ഡെറിവേറ്റീവ് ഓഫ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് കോൾഡ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ഫോർത്ത്, ഫിഫ്ത്ത്, എക്സെട്ര. You have to remember that the third order derivative is denoted by d cube by dx cube, or f triple dash x, or y triple dash, or y3, or d cube by d cube f by dx cube. അതുപോലെ തന്നെ നമുക്ക് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നമുക്കൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഡെറിവേറ്റീവിനെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്കിതൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കാം. ലെറ്റ് y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടാൻ എക്സ്. Let y equal to x cube plus tan x. First of all, we are differentiating both sides with respect to x. Derivative of y is dy by dx equal to derivative of x cube is 3 into x square plus derivative of tan x is 6 square x. Therefore, dy by dx is 3x square plus 6 square x. It is a function of x. Now I am differentiating it again with respect to x. Therefore, we get the derivative of dy by dx, that is d square by dx square, that is called the second order derivative. Derivative of 3x square is 3 into derivative of x square, that is 2x, that is 6x, plus 6 square x is a function of function, that is sec x the whole square. Therefore, we have to apply chain rule, that is
2 into sec square x, derivative of 2 into sec x into derivative of sec x, that is sec x tan x. Therefore we get 2 sec x tan x, that can be 6x plus 2 into sec square x into tan x, that is the second order derivative. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. Take the first question. Find d square by dx square if y is equal to x square plus 3x plus 2. Take y equal to x square plus 3x plus 2. Differentiating with respect to x, dy by dx equal to 2x plus 3 into 1 plus 0, that is 2x plus 3. Again differentiating both sides with respect to x, we get d square by dx square, that is f double dash x, equal to derivative of 2x is 2 into 1 plus 0, that is 2. Therefore the final answer is second derivative is 3. Similarly, if you find third derivative, we get derivative of 2 is 0, that is third derivative is 0. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫംഗ്ഷനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കിട്ടിയ ആൻസറിന് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. I take another question. Find d square by dx square if y equal to x raised to 20. Take y equal to x raised to 20. d by dx is equal to 20 into x raised to 20 minus 1, that is 19. That is 20x raised to 19. Now again differentiating with respect to x, we get d square by dx square is equal to 20 into derivative of x raised to 19 is equal to 19x raised to 18, that is 380x raised to 18. That is the final answer, 380x raised to 18. Now we can take another question. Find d square by dx square if y is equal to log x. Let y equal to log x. Now differentiating with respect to x, we get d by dx equal to 1 by x. That is 1 by x means x raised to negative 1. Again differentiating with respect to x on both sides, we get d by dx of dy by dx, that is d square by dx square, equal to derivative of x raised to negative 1, that is minus 1 x raised to minus 1 minus 1, that is minus 2, that is minus 1 x raised to minus 2, that is minus 1 by x square. The second order derivative of log x is minus 1 by x square. Next, find d square by dx square if y equal to x into cos x. Take y equal to x cos x. Differentiating with respect to x, we get derivative of y with respect to x is dy by dx. Here in the right side, we have a product of two functions. First one is x and second one is cos x. Therefore, we have to apply the product rule. Hence, write x into derivative of cos x, that is minus sin x, plus cos x into derivative of x, that is 1. We are applying product rule here. That is minus of x into sin x plus cos x. Therefore, the first derivative is minus x sin x plus cos x. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അഗൈൻ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. Therefore we get d square by dx square. Here is a product, therefore here we have to apply the product rule. Therefore it is minus x into derivative of sin x is cos x plus sin x into derivative of minus x, that is negative 1, plus derivative of this cos x, that is minus sin x. Therefore we get minus x cos x. Here is a minus sin x, here is a minus sin x. Adding we get minus 2 sin x. Therefore the answer is minus x cos x minus 2 sin x. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്.
find d square by dx square if y is equal to x cube into log x. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പ്രൊഡക്റ്റ് ആണുള്ളത്, രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. ടേക്ക് y ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു log x. Differentiating both sides with respect to x, we get derivative of y with respect to x is dy by dx equal to x cube into derivative of log x, that is 1 by x. Therefore, we get x cube by x plus log x into derivative of x cube is 3x square. That is equal to x cube by x is x square plus 3x square into log x. Now we have to differentiate again with respect to x. If we differentiate again with respect to x, here we have to apply product rule. Therefore, we get d square by dx square is equal to derivative of x square is 2x plus 3x square into derivative of log x, that is 1 by x, plus log x into derivative of 3x square, that is 3 into 2x, that is 6x. Therefore, we get 2x plus 3x square by x is 3x plus 6x into log x. Therefore, we get 5x plus 6x log x. That is the answer. Now, find d square by dx square if y equal to e raised to x into sin 5x. Take y equal to e raised to x into sin 5x. Differentiating, we get dy by dx is equal to, take e raised to x as the first function and sin 5x as the second function. Applying product rule, we get e raised to x into derivative of sin 5x is cos 5x into derivative of 5x, that is 5, plus sin 5x into derivative of e raised to x, that is e raised to x. Now, here is an e raised to x, here is another e raised to x. We are taking e raised to x outside. Therefore, we get is equal to e raised to x into 5 into cos 5x plus sin 5x. There is a product of two functions. First function is e raised to x. Second function is 5 cos 5x plus sin 5x. Again, differentiating with respect to x, we get d square by dx square is equal to e raised to x into derivative of 5 cos 5x plus sin 5x, that is 5 into minus sin 5x into cos derivative of cos 5x is minus sin 5x into derivative of 5x, that is 5, plus sin 5x into derivative of sin 5x, that is cos 5x into 5. Therefore, we get 5 into cos 5x plus sin cos 5x 5 cos 5x plus sin 5x into derivative of e raised to x, that is e raised to x. Now, here is an e raised to x, here is an e raised to x, that is taken outside, and we can write this equal to e raised to x into minus 5 into 5, that is minus 25 sin 5x plus cos 5x plus 5 cos 5x minus 25 sin 5x plus 5 cos 5x plus 5 cos 5x plus sin 5x, that is minus 25 plus 1, that is minus 24 sin 5x plus 10 cos 5x, that is e raised to x into 10 cos 5x minus 24 sin 5x. That is the final answer. Next, find d square by dx square if y is equal to tan inverse x. Take y equal to tan inverse x. Differentiating, we get dy by dx is equal to 1 by 1 plus x square. This 1 by 1 plus x square we can differentiate again by using quotient rule, or you can write like this: 1 by 1 plus x square can be 1 plus x square all raised to negative 1. This is a function of function. Now again differentiating with respect to x, we get derivative of dy by dx is d square by dx square is equal to minus 1 into 1 plus x square all raised to minus 1, that is minus 2, into derivative of 1 plus x square, that is 2x,
Therefore, we get a minus 2x divided by 1 plus x square. That is second order derivative. Minus 2x divided by 1 plus x square. Now, find a d square by dx square if y is equal to log x. Take y equal to log x. dy by dx is equal to 1 by log x into derivative of log x is 1 by log x into derivative of log x, that is 1 by x. That is 1 by x log x. That is x log x all raised to negative 1. Again differentiating, we get a d square by dx square is equal to minus 1 into x log x all raised to minus 1, that is minus 2 into dy by dx of x log x, that is x into derivative of log x is 1 by x plus log x into derivative of x, that is 1. Therefore, we get a minus x log x all raised to minus 2 into 1 plus log x. That can be minus 1 plus log x divided by x log x all square. X log x all raised to minus 2, we can write 1 by x log x square. Therefore, we get the answer as minus 1 plus log x by x log x whole square. Next, find a d square by dx square if y is equal to sin log x. Take y equal to sin log x. Differentiating, we get a dy by dx is equal to derivative of sin log x is cos of log x into derivative of log x, that is 1 by x. Therefore, we get a cos log x by x. Now again differentiating, we get a d square by dx square. Here is a quotient, therefore we have to apply the quotient rule. Therefore, we get a d square by dx square is equal to x into derivative of cos log x, that is minus sin log x into derivative of log x, that is 1 by x, minus cos log x into derivative of x, that is 1, divided by x square. This x and cancel, we get a minus sin log x minus cos log x divided by x square, that is minus of sin log x plus cos log x divided by x square. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണെങ്കിൽ വളരെ സിമ്പിളാണ്. ആദ്യം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം, അതിന് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. Now there are some show that problems connecting second order derivative. Here is a question. If y equal to 3 into e raised to 2x plus 2 into e raised to 3x, prove that d square by dx square minus 5 into dy by dx plus 6y is equal to 0. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് dy by dx കാണാം, പിന്നെ d square by dx square കാണാം, എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 കിട്ടുമെന്ന് കാണിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് y ഈക്വൽ ടു 3 ഇൻറ്റു ഇ റേസ് ടു 2x പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു 3x. ഡിഫറൻഷ്യേറ്റിംഗ് വി ഗെറ്റ് dy by dx is equal to 3 into e raised to 2x, derivative of e raised to 2x is e raised to 2x into derivative of 2x, that is 2, plus 2 into derivative of e raised to 3x is e raised to 3x into 3, that is 6 into e raised to 2x plus 6 into e raised to 3x. Now again differentiating, we get a d square by dx square is equal to 6 into derivative of e raised to 2x is 2 into e raised to 2x plus 6 into derivative of e raised to 3x is e raised to 3x into 3, that is 3 e raised to 3x, that is 12 e raised to 2x plus 18 e raised to 3x. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി, വൈയും ഉണ്ട്. ഇനി റൈറ്റ് ദ ഇക്വേഷൻ d square by dx square minus 5 into dy by dx plus 6y, that is equal to 12 e raised to 2x plus 18 e raised to 3x minus 5 into 6 e raised to 2x plus 6 e raised to 3x plus 6 into 3 e raised to 2x plus 2 e raised to 3x.
ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 12 e raised to 2x ആണ്, ഇവിടെ നമുക്ക് 30 e raised to 2x കിട്ടും, ഇവിടെ 18 e raised to 2x കിട്ടും. അപ്പോൾ ഇത് പ്ലസ് 6ഉം ഇവിടെ -30, ഇവിടെ +12 ആണ്. അപ്പോൾ +12 + 18, അപ്പോൾ +30 -30 e raised to 2x കിട്ടും. അപ്പോൾ ആ ടേം കട്ടായി ക്യാൻസലായി പോകും. ഇവിടെ 18 e raised to 3x ഉണ്ട്, ഇവിടെ -30 e raised to 3x ഉണ്ട്, ഇവിടെ 6 × 2 12 e raised to 3x ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ടേമും ക്യാൻസലായി പോകും. ഫൈനലി വി ഗെറ്റ് ദ ആൻസർ ആസ് 0. ഹെൻസ് ദ പ്രൂഫ്. Now take another question. If y equal to 5 × cos x minus 3 sin x, prove that d square by dx square plus y is equal to 0. Take y equal to 5 cos x minus 3 sin x, dy by dx equal to 5 × minus sin x minus 3 × cos x, that is minus 5 sin x minus 3 cos x. Again differentiating, d square by dx square is equal to minus 5 × cos x minus 3 × minus sin x, that is minus of 5 cos x minus 3 sin x, that is minus y. Therefore d square by dx square plus y is equal to 0. നമ്മൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിനെ നമുക്ക് -y എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അതാണ് നമ്മുടെ ഈ പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ്. നെക്സ്റ്റ്, if y equal to a × e raised to mx plus b × e raised to nx, show that d square by dx square minus m plus n dy by dx plus mny is equal to 0. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എയും എമ്മും എന്നും ബിയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കണം. ഫസ്റ്റ് ടേക്ക് y equal to a × e raised to mx plus b × e raised to nx. Differentiating, dy by dx equal to a × e raised to mx derivative e raised to mx × m, that is m e raised to mx, plus b × e raised to nx derivative e raised to nx × derivative of nx, that is n, that is bn e raised to nx. That is the first derivative. Now again differentiating, we get a d square by dx square is equal to a × derivative am × derivative of e raised to mx, that is e raised to mx × m, that is am square e raised to mx, plus bn × derivative of e raised to nx is e raised to nx × n, that is bn square e raised to nx. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവും കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവും കിട്ടി. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വി ഗെറ്റ് d square by dx square minus m plus n dy by dx plus mny, that is a × m square e raised to mx plus bn square a × b × n square e raised to nx minus m plus n × am e raised to mx plus bn e raised to nx plus mn × am e raised to mx plus bn e raised to nx. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഒഴിവാക്കി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഫസ്റ്റ് ടേം ആസ് am square e raised to nx, സെക്കൻഡ് ടേം ആസ് bn square e raised to nx, that is these two term, minus m × am minus am e raised to mx into m, that is am square e raised to mx, then expand, multiply minus m into p minus bmn e raised to nx, then minus amn e raised to nx minus bn square e raised to nx plus amn e raised to mx plus bmn e raised to nx. ഇനി നമുക്കറിയാം ഈ ഫസ്റ്റ് ടേം ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു മൈനസ് ടേം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമും ക്യാൻസലായി പോകും. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ടേമും ഈ ടേമും ക്യാൻസലായി പോകും. അതുപോലെ തന്നെ ഈ ടേമും ക്യാൻസലായി പോകും. ഈ ടേമും ക്യാൻസലായി പോകും. അങ്ങനെ ഫൈനലി വി ഗെറ്റ് ദ ആൻസർ ആസ് 0. If y equal to 500 into e raised to 7x plus 600 into e raised to minus 7x, show that d square by dx square is equal to 49y. First of all, write y equal to 500 into e raised to 7x plus 600 into e raised to minus 7x. Differentiating,
we get dy by dx is equal to 500 into derivative of e raised to 7x is 7 into e raised to 7x minus 600 into derivative of e raised to minus 7x is e raised to minus 7x into minus 7, that is taken here, minus is taken here. Again differentiating, we get d square by dx square is equal to 500 into 7 into derivative of e raised to 7x is e raised to 7x into 7, that is 500 into 7 into 7 e raised to 7x minus 600 into 7 into derivative of e raised to minus 7x is e raised to minus 7x into derivative of minus 7x is minus 7. Therefore, minus 600 into 7 into 7 e raised to minus 7x. Now here is a 7 into 7, here is a 7 into 7, that is 49, that is taken outside. Then we get 49 into 500 into e raised to 7x minus 600 into e raised to minus 7x. That is 49y. Therefore, we get d square by dx square is equal to 49y. Next, if e raised to y into x plus 1 is equal to 1, show that d square by dx square is equal to dy by dx whole square. ഈ ക്വസ്റ്റിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു പവർ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ലോഗരിതം ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റൂ. അപ്പോൾ given e raised to y into x plus 1 is equal to 1. Therefore, we can write e raised to y is equal to 1 by x plus 1. That can be x plus 1 all raised to negative 1. Now, taking logarithm on both sides, we get log of e raised to y is equal to log of x plus 1 raised to negative 1. Now, applying the third property of logarithm, we can write it as y into log e equal to minus 1 into log x plus 1. We know that log e is equal to 1. Therefore, the left side become y equal to minus log x plus 1. That is y equal to minus log x plus 1. Now differentiating, we get minus derivative of log x plus 1 is 1 by log x plus 1 into derivative of x plus 1, that is 1. That is minus 1 by x plus 1. Then we can write minus of x plus 1 all raised to negative 1. Now again differentiating, we get d square by dx square is equal to minus of minus 1 x raised to x plus 1 raised to minus 2 into 1. That is minus plus x plus 1 all raised to minus 2 not. That is 1 by x plus 1 square. That can be minus 1 by x plus 1 whole square. That is our dy by dx whole square. Therefore, we get d square by dx square is equal to dy by dx whole square. Now, here is another question. Let y equal to cos inverse x. Find d square by dx square in terms of y alone. ഈ ക്വസ്റ്റ്യന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് വൈയിൽ കിട്ടണം. അതായത് ആൻസർ കംപ്ലീറ്റ് ആയിട്ടും വൈയിലായിരിക്കണം, എക്സിലായിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് y equal to cos inverse x. Therefore, by using the definition of inverse trigonometric function, we can write cos y equal to x. Now differentiating both sides with respect to x. Derivative of cos y. Cos y is an implicit function. Therefore, we get minus sin y into derivative of y with respect to x, that is dy by dx, equal to derivative of x, that is 1. Therefore, we get dy by dx is equal to minus 1 by y, that is minus cosec y. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. അത് dy by dx എന്ന് പറഞ്ഞാൽ മൈനസ് cosec y ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അഗെയിൻ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്. വി ഗെറ്റ് d square by dx square is equal to minus cosec y derivative with respect to x, that is minus cosec y into derivative of cosec y minus cosec y ഡെറിവേറ്റീവ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ minus cosec y ഡെറിവേറ്റീവ് minus cosec y cot y into derivative of y with respect to x, that is dy by dx, that is minus plus we get cosec y cot y into dy by dx. dy by dx we already find it as minus cosec y. Therefore, we get minus it is equal to minus cosec square y cot y.
Therefore, the final answer is minus cosec square y cot y. Here the answer is in terms of y alone. അപ്പോൾ ഇനി കുറച്ചും കൂടി പ്രോബ്ലംസ് ഈ ടോപ്പിക്കിൽ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും.